ഗുണ കേവ് അഥവാ പിശാചിന്റെ അടുക്കള, ഡെവിൽസ് കിച്ചൻ എന്ന പേരിലറിയപ്പെടുന്ന ഈ പ്രദേശം തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പ്രകൃതിദത്തമായ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു ഗുഹാവ്യൂഹമാണ്. ആഴമേറിയതും ഇരുണ്ടതുമായ ഇടുങ്ങിയ വിടവുകളും കുഴികളും ചേർന്നതാണ് ഈ സ്ഥലം. ഇതിനടുത്തായി 3 വലിയ പാറക്കെട്ടുകൾ, പില്ലർ റോക്സ് കാണാം. ഈ ഗുഹകൾക്ക് ഗുണ കേവ് എന്ന പേര് ലഭിച്ചത് 1991 പുറത്തിറങ്ങിയ കമൽഹാസന്റെ ഗുണ എന്ന തമിഴ് സിനിമയുടെ പ്രധാന രംഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചതിനു ശേഷമാണ്. സിനിമയിൽ ഗുഹയ്ക്ക് നൽകിയ പ്രാധാന്യം കാരണം സഞ്ചാരികൾക്കിടയിൽ ഈ പേര് വേഗത്തിൽ പ്രചാരത്തിലായി. എങ്കിലും ഈ പ്രദേശം അതീവ അപകടകരമാണ്. പാറകൾക്കിടയിലെ വിള്ളലുകൾ അതിരുകടന്ന ആഴമുള്ളതും ഇരുണ്ടതുമായ അഗാധ ഗർത്തങ്ങളാണ്. ഇവിടെ കാൽ വഴുതി വീണ നിരവധി ആളുകൾ ഈ ഗർത്തങ്ങളിലേക്ക് പതിക്കുകയും അവരിൽ പലരെയും കണ്ടെത്താൻ സാധിക്കാതെ വരികയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 16-ൽ-അധികം ആളുകൾ ഈ ഗുഹകളുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ കാണാതായിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. മൃതദേഹങ്ങൾ പോലും പുറത്തെടുക്കാൻ സാധിക്കാത്തത്ര ദുർഘടമായ ഭൂപ്രകൃതിയാണ് ഇതിന് കാരണം. ഗുരുതരമായ ഈ അപകട പരമ്പരകളെ തുടർന്ന് പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അധികൃതർ ഈ പ്രദേശത്ത് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അപകടസാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളിലും കമ്പിവേലികൾ സ്ഥാപിക്കുകയും ആഴമേറിയ വിടവുകളിലേക്കുള്ള പ്രവേശനം കർശനമായി നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സഞ്ചാരികൾക്ക് ഗുഹയുടെ സുരക്ഷിതമായ കവാടം മാത്രം കണ്ട് മടങ്ങാനേ അനുവാദമുള്ളൂ. ഒരു മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി നിരവധി ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരിടം എന്ന രീതിയിലാണ് ഗുണ കേവ് അറിയപ്പെടുന്നത്. ഈ ചരിത്ര പശ്ചാത്തലമാണ് ഇവിടെ നടന്ന യഥാർത്ഥ രക്ഷാപ്രവർത്തനങ്ങളെ ആസ്പദമാക്കി സിനിമകൾ വരെ പുറത്തിറങ്ങാൻ കാരണമായത്. 2006-ൽ നടന്ന ഒരു യഥാർത്ഥ രക്ഷാപ്രവർത്തനമാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ ഇതിവൃത്തം. എറണാകുളം ജില്ലയിലെ മഞ്ഞുമ്മൽ എന്ന സ്ഥലത്തുനിന്നുള്ള 11 സുഹൃത്തുക്കളുടെ സംഘം തമിഴ്നാട്ടിലെ കൊടൈക്കനാലിൽ വിനോദസഞ്ചാരത്തിന് പോയതായിരുന്നു സംഭവത്തിന് ആധാരം. യാത്രയ്ക്കിടെ സംഘം കുപ്രസിദ്ധമായ ഗുണ കേവിൽ പിശാചിന്റെ അടുക്കള എത്തി. ഗുഹയുടെ സുരക്ഷാവേലിക്കപ്പുറത്തുള്ള അതീവ അപകടകരമായ ഭാഗത്തേക്ക് കടന്നുപോയ സുഹൃത്തുക്കളിൽ ഒരാളായ സുഭാഷ് കാൽവഴുതി ഗുഹയുടെ അഗാധമായ വിള്ളലിലേക്ക് വീണു. ഗുണ കേവ് 100 കണക്കിന് അടി ആഴമുള്ളതും വളരെ ദുർഘടവുമായ പ്രദേശമാണ്. ഇവിടെ വീഴുന്നവരുടെ മൃതദേഹം പോലും മുൻപ് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ലാത്തതിനാൽ അധികൃതർ സുഭാഷിനായുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ഉപേക്ഷിച്ചു. എന്നാൽ മറ്റു 10 സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. സുഹൃത്തുക്കളിൽ ഒരാളായ സിജു ഡേവിഡ് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഒരു കയറിന്റെ സഹായത്തോടെ ഗുഹയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ഗുരുതരമായി പരിക്കേറ്റ സുഭാഷിനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിക്കൊണ്ട് സിജു മടങ്ങിയെത്തി. അപകടകരമായ സാഹചര്യത്തിൽ യാതൊരു പരിശീലനവുമില്ലാത്ത ഒരു പ്രാദേശിക സുഹൃത്ത് സംഘം നടത്തിയ ഈ സാഹസിക രക്ഷാപ്രവർത്തനം വലിയ വാർത്താ പ്രാധാന്യം നേടുകയും പിന്നീട് ഈ സംഭവത്തെ ആസ്പദമാക്കി സിനിമ നിർമ്മിക്കപ്പെടുകയും ചെയ്തു.